Hello guys and welcome to Careertalks. അപ്പോൾ ഇന്നത്തെ Careertalk നമ്മോടൊപ്പം ഉള്ളത് ശ്രീതുലാണ്. ശ്രീതുൽ, വെൽക്കം ടു Careertalks വിത്ത് അവോധ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ശ്രീതുൽ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോ പെട്ടെന്ന് ഒരു ജോലി കിട്ടാനുള്ള രീതിക്ക് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഏത് സ്ട്രീമിലാണ് ചെയ്തിരുന്നേ? ഞാൻ ബികോം ആണ് ചെയ്തിരുന്നത്, അലൈഡ് മാനേജ്മെന്റ് കോളേജ്. ഓക്കെ ഓക്കെ, സോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളായത് കാരണം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. സോ പഠിപ്പിക്കുന്നില്ലേ? എന്താണ്? ക്ലാസ്സിനെ കുറിച്ച് റിവ്യൂ പറയാമോ? എല്ലാം ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ബേസിക്സ് തൊട്ട് പഠിപ്പിക്കുന്നില്ലേ? ഉണ്ട്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പോ നമ്മള് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇപ്പൊ ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, SEO കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ കണ്ട് പഠിക്കുക കാരണം കൊണ്ട് ഞാൻ ഒപ്പം ചെയ്ത് നോക്കിയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, സുഖമായിട്ട് പഠിക്കാൻ പറ്റിയിരുന്നു. സോ അപ്പോ ശ്രീതുൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞു? എങ്ങനെയാണ് അവോധനെ പറ്റിയിട്ട് എന്റെ കോണ്ടാക്റ്റിൽ ഒരേട്ടൻ സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. കാരണം ഫീസ് കുറവായത് കാരണം കൊണ്ട് തന്നെ പഠിക്കാനും നമുക്കിപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അത് വലിയ കുഴപ്പമില്ല, ഫോണിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വീട്ടിലേതായാലും സിസ്റ്റം ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്യാണ്. ഓക്കെ, സോ അപ്പോ കാരണം ഇപ്പൊ എന്ത് ചെയ്യാണ് ശ്രീധർ? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഉള്ള കമ്പനിയാണ് ഇന്ററാക്ട് ഡിജിറ്റൽ ഹബ്ബ് പറഞ്ഞത്. ഇന്ററാക്ട് ഡിജിറ്റൽ ഹബ്ബ്. ഓക്കെ, സോ അപ്പോ എങ്ങനെ വർക്ക് ഫ്രം ഹോം ആണോ വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കറക്റ്റ് ടൈമിൽ കമ്പനി വർക്ക് ഒക്കെ തരുന്നില്ലേ? ഉണ്ട്. ഇപ്പോ സെക്കൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അവരിനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നല്ല രീതിക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണല്ലേ? അതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ജാപ്പിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക്? ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തിട്ടില്ല, ഡയറക്റ്റ് കോൾ വരികയായിരുന്നു പ്ലേസ്മെന്റ് ചെയ്യുന്നത്? അതെ, ഞാന് ഇതേപോലെ ഈ പ്ലേസ്മെന്റിന്റെ ഒരെണ്ണം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ CV അയച്ചുതരാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തന്നതാണ്. ഓക്കെ ഓക്കെ, സോ അപ്പോ ഈ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടില്ലേ? സോ അപ്പൊ തോന്നിയിരുന്നു 2800 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലൊരു കോഴ്സ് ചെയ്താൽ വെറുതായിരിക്കും തോന്നിയിരുന്നോ? ഇന്റേൺഷിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു? യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ചേർന്നത്. നമുക്ക് ഉടായ്പാണോ കാര്യങ്ങളെ അറിയില്ലല്ലോ. അപ്പൊ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിരുന്നു. അപ്പൊ 1 വർഷം മുന്നത്തെ വീഡിയോ കണ്ടപ്പോ എന്തായാലും പെട്ടെന്ന് ഉണ്ടായ ഒരു കമ്പനി അല്ലാന്ന് മനസ്സിലായി. ഓക്കെ, ശ്രീതുൽ വർക്കിംഗ് അവർ അല്ലേ, അപ്പൊ നമ്മള് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ ഇത്രയോ ടൈം നോക്കിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ Careertalks. ഓക്കെ, താങ്ക് യു.